Hi friends, everyone FabTrendz's പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വർക്കിനെ മുന്നോട്ട് നയിക്കാൻ ഉപകാരപ്പെടുന്ന രണ്ട് ഉപകരണങ്ങളെ കുറിച്ചാണ്. അതിലൊന്ന് ഇലക്ട്രിക് റിവീറ്റ് ഗണ്ണാണ്, രണ്ടാമത്തേത് ഡ്രിൽ സ്റ്റാൻഡാണ്. ഇത് രണ്ടിൻ്റെ ഉപയോഗം എങ്ങനെയെന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. പലർക്കും ഇതിനെക്കുറിച്ച് അറിവുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും. അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും എന്ന് കരുതിയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് ഇലക്ട്രിക് റിവീറ്റ് ഗണ്ണ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഡ്രില്ല് മെഷീൻ ഉണ്ടെങ്കിൽ ആ ഡ്രില്ല് മെഷീനിൽ നമ്മളിത് ഫിറ്റ് ചെയ്യാം. സാധാരണ ഡ്രില്ല് ബിറ്റ് ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ഇത് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ചെറിയ ഡ്രില്ല് മെഷീൻ, ഏറ്റവും വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഡ്രില്ല് മെഷീൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇതിന് ഏറ്റവും ഉത്തമം. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം റിവീറ്റ് ചെയ്യാനുള്ള പോർഷൻ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു സെക്ഷനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ കുറച്ച് ഹോൾട്ട് കൊടുക്കാം. ഒരുപാട് റിവീറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഉപകരണം വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഞാനിപ്പോൾ ഒരു 7 മാസമായി ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കിത് വളരെ യൂസ്ഫുള്ളാണ്. ആദ്യത്തെ 1-2 ആഴ്ച കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഓക്കെ ആയി. അപ്പോൾ നിങ്ങളിത് ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഞാനൊരു 850 രൂപയാണ് ഇതിന് കൊടുത്തത്. ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡലും പ്രൈസ് വ്യത്യാസത്തിലും ഉണ്ട്. ഞാനിത് ഏറ്റവും വില കുറഞ്ഞ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഉണ്ട്. ഇതുവരെ പണി മുടക്കിയിട്ടില്ല. അപ്പോൾ നമുക്കിനി റിവീറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. റിവീറ്റൊക്കെ എല്ലാ ഹോളിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡ്രില്ല് മെഷീൻ, നമ്മൾ ഗണ്ണ് ഘടിപ്പിച്ച ഡ്രില്ല് മെഷീൻ എടുക്കുക. ഫോർവേഡ് ഡയറക്ഷനിലായിരിക്കണം. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലാണ് ഇത് പ്രസ്സാകുന്നത്. ജസ്റ്റ് ഒന്ന് വെച്ച് ബട്ടൺ അമർത്തി കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. പിന്നെ അതിൻ്റെ വേസ്റ്റ് കുറ്റി നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഡയറക്ഷനിലിട്ടിട്ട് ചെറുങ്ങനെ ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒറ്റ കൈ കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. 2 കൈ യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ തിരിച്ച് വേസ്റ്റ് കുറ്റി പുറത്തേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ 2 കൈ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് റിവീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ കൈ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിന് കൂടുതൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുകയൊന്നും വേണ്ട, കൂടുതൽ ബലവും കൊടുക്കണ്ട. സാധാരണ റിവീറ്റ് ഗണ്ണ് ചെയ്യുന്നത് പോലെ അത്ര ബലം കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നന്നായിട്ട് തന്നെ റിവീറ്റ് പ്രസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അത്യാവശ്യം വർക്കൊക്കെ ഉള്ളവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡ്രിൽ സ്റ്റാൻഡിനെ പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഷോപ്പിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം. FabTrendzz എന്ന് തന്നെയാണ് ഷോപ്പിൻ്റെ പേര്, അതായത് ചാനലിൻ്റെ പേര് തന്നെയാണ് ഞാൻ ഷോപ്പിനിട്ടത്. അപ്പോൾ ഈ ഷോപ്പ് കണ്ണൂരിലാണ്. കണ്ണൂർ താഴെച്ചൊവ്വ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വലിയ മോഡിഫിക്കേഷനും ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു മുറി, ആ ഒരു മുറിയിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ അത്യാവശ്യം ടേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ ഇതാണ് വർക്കിംഗ് ടേബിൾ. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിൾ, അതിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചതാണ് സ്ക്രാച്ചൊക്കെ ആകുന്നതായിട്ട്. അതേപോലെ കട്ടിങ് മെഷീന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കട്ടിങ് മെഷീൻ്റെ മുകളിൽ സീലിംഗ് പാനൽ കൊണ്ട് സെറ്റ് ചെയ്തതാണ്. അത്യാവശ്യം കട്ട് ചെയ്യുമ്പോൾ ലൈറ്റിന് വേണ്ടിയിട്ടാണ്. അത് ലൈറ്റും ആയി, ഡിസ്പ്ലേ ആയി. പിന്നെ കട്ടിങ് മെഷീൻ്റെ താഴെയായിട്ട് ചാനലൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ആക്കിയിട്ടുണ്ട്. പിന്നെ കട്ടിങ് മെഷീൻ്റെ സൈഡിലായിട്ട് വേസ്റ്റേജ് പോകാനുള്ള ബാസ്ക്കറ്റും. പിന്നെ ഡ്രില്ല് സ്റ്റാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ടേബിൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ പുതുതായിട്ട് ഓപ്പൺ ആക്കിയ ഷോപ്പിൻ്റെ വിശേഷം.
ഈ ഷോപ്പിൻ്റെ സെറ്റിങ്സിൽ എന്തെങ്കിലും പോരായ്മയോ അപാകതയോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻസിലൂടെ എന്നെ അറിയിക്കുക. നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ മാറ്റം വരുത്താം. അടുത്ത നമ്മുടെ വിഷയം ഡ്രിൽ സ്റ്റാൻഡാണ്. അപ്പോൾ ഡ്രിൽ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ ഫാബ്രിക്കേഷൻ വർക്കുമായിട്ട് ഡ്രിൽ സ്റ്റാൻഡിന് എന്താണ് ബന്ധം, നമുക്ക് എന്താണ് ഇതിനെക്കൊണ്ടുള്ള ഉപകാരം എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ഡ്രിൽ സ്റ്റാൻഡ് 1200 മുതലാണ് സ്റ്റാർട്ടിങ് ഉള്ളത്. ഞാനിത് വാങ്ങിച്ചത് 1650 രൂപക്കാണ്. കുറച്ച് ഹെവിയാണ്. അപ്പോൾ ഇത് 100% ഞാനിത് ഉപയോഗിക്കുന്നത് ഓട്ടോക്ലോസ് ഇഞ്ചസിന് വേണ്ടിയിട്ട് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒരു കാര്യത്തിന് ഞാൻ ഈ ഡ്രിൽ സ്റ്റാൻഡ് ഉപയോഗിക്കാറില്ല. ഓട്ടോക്ലോസ് ഇഞ്ചസ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഹോൾ അടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഗേജൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗേജിന് കണക്കായിട്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. പിന്നെ ഞാൻ സ്റ്റോപ്പറും വെച്ചിട്ടുണ്ട്. അതായത് നമുക്ക് ഏത് അളവിലാണോ വേണ്ടത് ആ അളവിൽ സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്ക് ചെയ്ത് അളവെടുത്ത് മാർക്ക് ചെയ്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഏത് സെക്ഷനാണോ ഹോളേണ്ടത് ആ സെക്ഷൻ ആ ഗേജിന് കറക്റ്റായിട്ട് സ്റ്റോപ്പറിൽ മുട്ടിച്ച് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പക്ക പെട്ടെന്ന് ഹോൾ ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ഗേജ് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. പക്ഷേ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വർക്ക് വളരെ ഈസി ആയിരിക്കും. ഇതിപ്പോൾ ഹോള് ആക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ള കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ചെറുതായിട്ട് പ്രസ് ചെയ്യുക ലിവർ. നല്ല ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ മെല്ലെ പ്രസ് ചെയ്ത് താഴോട്ടേക്ക് ഇറക്കിയാൽ മതി. പിന്നെ ഈ മെഷീനിൽ തന്നെ ഈ ഡ്രിൽ സ്റ്റാൻഡിൽ തന്നെ സ്റ്റോപ്പറും ഉണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് താഴെ പോകില്ല. അതിന് കണക്കായിട്ട് സെറ്റ് ചെയ്താൽ മതി. ഇത്രയുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഡ്രിൽ സ്റ്റാൻഡ് കഴിയുന്നത് എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം മനസ്സിലാവും. സാധാരണ ഇപ്പോൾ ഇഞ്ചസ് തുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഏറ്റവും ചെറിയ കാശിൻ്റെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ബൈ.